ദൈവവിശ്വാസമാണ് ഞങ്ങൾക്ക് ആദ്യമുള്ളത്. അത് കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങൾക്ക് ബൈബിൾ വിശ്വാസമൊക്കെ. അതുകൊണ്ട് ഈ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തെ കുറെ കൂടെ ഈ എൻ്റെ ചങ്ങാതി സജി വർഗീസ് പഠിക്കണം. വെറുതെ ഇങ്ങനെ കാടടച്ച് വെടിവെക്കല്. ത്രിയേക ദൈവത്തിന് സ്തുതി. സന്നിഹിതരായിട്ടുള്ള വാത്സല്യ സഹോദരങ്ങൾക്കെല്ലാം എൻ്റെ ക്രിസ്തീയ വന്ദനം. കഴിഞ്ഞ കുറേ മാസങ്ങളായി നാം നമ്മുടെ ബഹുമാനായ അച്ഛൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടികളൊക്കെ പറഞ്ഞിങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഏറ്റവും ഒടുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മറുപടി എന്നോണമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത്. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അല്പം ചില കാര്യങ്ങളും കൂടെ അതിനോട് ചേർത്ത് പറയാനുണ്ട്. അതാണ് ഇന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതായത് 10-12 ചോദ്യങ്ങൾ അച്ഛൻ നമ്മോട് ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ സമയമെടുത്ത് പല എപ്പിസോഡുകളായിട്ട് അതിന് മറുപടികൾ ഇങ്ങനെ കൊടുത്തു വരികയായിരുന്നു. അതിനിടയിൽ അച്ഛൻ ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഈ പെന്തക്കോസ്ത് സമൂഹത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ നിരീക്ഷണങ്ങൾ, അത് ചരിത്രത്തിലേക്കൊക്കെ അച്ഛൻ ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ട് പറയുമായിരുന്നു, ഇതെല്ലാം തകർന്നു പോകും, ഈ നിങ്ങളുടെ ഈ വിശ്വാസമൊന്നും നിലനിൽക്കില്ല, നിലനിൽക്കുന്ന ഒരു വിശ്വാസമുള്ളൂ, അത് അവരുടെ മഹത്തായ ഓർത്തഡോക്സ് വിശ്വാസം മാത്രമാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞു വന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അച്ഛൻ എനിക്ക് ഒരു ബുദ്ധിയുപദേശം തന്നു. അത് നിങ്ങൾ കേട്ടല്ലോ. അച്ഛൻ എനിക്ക് തന്ന ബുദ്ധിയുപദേശം, ശ്രീമാൻ സജി വർഗീസ് നല്ല നിലയിൽ ഓർത്തഡോക്സിയെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും വേണം, അല്ലാതെ ഇങ്ങനെ കാടടച്ച് വെടിവെക്കുകയല്ല വേണ്ടത്, ഇങ്ങനെ തോന്നുന്ന എന്തെങ്കിലുമൊക്കെ പറയുകയല്ല വേണ്ടത് എന്നൊക്കെ എനിക്കൊരു ഗുണദോഷം തന്നു. അപ്പോൾ അത് ഞാൻ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തത്. അതിൻ്റെ സൂചനയാണല്ലോ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, പോസിറ്റീവായിട്ടാണ് എടുത്തത്. അങ്ങനെ അച്ഛൻ ആ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ അന്വേഷണം ആരംഭിച്ചു. ഓർത്തഡോക്സിയെക്കുറിച്ചും അറിയണമല്ലോ, ഈ പെന്തക്കോസ്തിൻ്റെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. അങ്ങനെ ഓർത്തഡോക്സിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അന്വേഷണങ്ങൾ ചെന്നെത്തിയത് ഭയാനകമായ നിലയിലുള്ള വിസ്മയകരമായ കാര്യങ്ങളിലാണ്. അതായത് അച്ഛൻ്റെ നിരീക്ഷണങ്ങളിൽ അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, അതായത് നിങ്ങളുടെ ദൈവം ആരെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലെന്ന്, പെന്തക്കോസ്തുകാർക്ക് അവരുടെ ദൈവം ആരെന്ന് അറിയില്ലെന്ന്. അപ്പോൾ ഓരോരുത്തരോട് ചോദിച്ചാൽ ഓരോന്ന് പറയും, കൃത്യമായ ആൻസറുകൾ ആളുകൾക്ക് ഇല്ല. അതുപോലെ നിങ്ങളുടെ ആരാധനാ സമ്പ്രദായങ്ങൾ, നിങ്ങളെല്ലാത്തിനും ഒന്ന് പറഞ്ഞ് രണ്ടിന് യേശുക്രിസ്തു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. യേശുക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങളുടെ എല്ലാ ഇടപാടുകളും. പക്ഷെ ഞങ്ങളങ്ങനെയല്ല, ഞങ്ങൾ ത്രിയേക ദൈവത്തെ സ്തുതിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ ആരാധനാ രീതികൾ ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ തന്നെ സ്ട്രെയിറ്റ് ടീച്ചിങ് എന്നാണ്. സ്തുതിച്ചൊവ്വാക്കപ്പെട്ട ആരാധനയുടെ വക്താക്കളാണ് ഞങ്ങളെന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. അത് പൊതുവെ ആ സമൂഹത്തിലുള്ളവർ വീമ്പിളക്കുന്ന കാര്യങ്ങളാണ്. ആരാധന എന്താണെന്ന് ചോദിച്ചാൽ അവരുടനെ പറയും കുർബാനയാന്ന് പറയും. അപ്പോൾ അതിനൊക്കെയുള്ള വിശദീകരണങ്ങൾ കൃപയാൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നു. ആരാധന എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എനിവേ, ആ നിരീക്ഷണത്തെ നമ്മളൊന്ന് പുറത്തെടുത്ത് ചിന്തിച്ചപ്പോൾ നിങ്ങളുടെ ദൈവം ആരെന്നുള്ള ചോദ്യത്തിന് ഏതോ പെന്തക്കോസ്തുകാരൻ ഇങ്ങനെ പറഞ്ഞു, യഹോവയാണ് ഞങ്ങളുടെ ദൈവമെന്ന്. വേറൊരു പെന്തക്കോസ്തുകാരൻ പറഞ്ഞു, യേശുക്രിസ്തുവാണ് ഞങ്ങളുടെ ദൈവമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു കൃത്യതയില്ല, ക്ലാരിറ്റി ഇല്ല എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞു വന്നത്. അവർക്ക് നല്ല ഫൗണ്ടേഷൻ ഉണ്ടെന്നാണല്ലോ അച്ഛൻ പറഞ്ഞു വന്നത്. നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തി കഴിഞ്ഞപ്പോൾ, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കഴിഞ്ഞതാണ്, ഈ പറയപ്പെട്ട കൂട്ടർക്ക് ഈ 2000 കൊല്ലത്തിൻ്റെ നീണ്ട, 2000 പറയാനില്ല, 1000 പറഞ്ഞാൽ മതി, 1054 മുതൽ 2000 കത്തോലിക്കൻ പറഞ്ഞാൽ അത് ന്യായമാണ്. 2000-നടുത്ത് 2000 അവർക്കും പറയാനില്ല. ഏകദേശം AD 590 മുതലുള്ള കാര്യം കത്തോലിക്കനും പറയാം. എങ്ങനെയാ? ഏകദേശം AD 590 മുതൽ കത്തോലിക്കനും പറയാനുണ്ട്. ഞങ്ങളുടെ കത്തോലിക്ക സംഘം ആരംഭിച്ചത് അന്ന് മുതലാണെന്ന് അവർക്ക് പറയാം. ഏകദേശം AD 1054 അവിടെയാണ് ക്രിസ്തീയ സഭയിലെ ആദ്യത്തെ പിളർപ്പ് സംഭവിച്ചത്. ആ പിളർപ്പിനോടുള്ള ബന്ധത്തിലാണ് ഈ ഓർത്തഡോക്സ് സമൂഹത്തെ നമുക്ക് പുറത്ത് കാണാൻ കഴിഞ്ഞത്. അവരുടെ നേച്ചർ നേരത്തെ മുതൽ ഉണ്ടായിരുന്നു. ആ നേച്ചറിൽ തന്നെയാണ് അവർ മുൻപോട്ട് പോയതെങ്കിലും അവർ ആഗോള കത്തോലിക്ക സഭയുടെ ഭാഗം തന്നെയായിരുന്നു. അന്ന് ക്രൈസ്തവ സഭ എന്ന് പറയുന്ന ആ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ലേബലിൽ അറിയപ്പെടുന്നത് അത് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നത്തെ പോപ്പ് മഹറോൻ ചൊല്ലി പുറത്താക്കിയ കൂട്ടരാണ് ഇവരെ പുറത്താക്കിയതാണ്. മഹറോൻ ചൊല്ലുക എന്ന് പറഞ്ഞാൽ ശാപിക്കുക, മുടക്കി മുടിഞ്ഞ് പോട്ടറാന്ന് പറഞ്ഞ് പുറത്താക്കി വിട്ടതാണ്. ഇവരും തിരിഞ്ഞു നിന്നിട്ട് പോപ്പിനെയും മഹറോൻ ചൊല്ലി, നീയും മുടിഞ്ഞു പോകൂടാന്ന് പറഞ്ഞു. അപ്പോൾ ചരിത്രത്തിൽ ഒത്തിരി വെളിപ്പാടുകളുള്ള ആളുകളാണ്. കർത്താവ് സ്നേഹമാണ്, ദൈവസ്നേഹമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. എന്നാലും രണ്ടുപേരും ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി. രണ്ടും അടിച്ച് പിരിഞ്ഞു, രണ്ടായിട്ട് പോയി. അപ്പോൾ അങ്ങനെ വേണ്ട, നമുക്ക് ചുമ്മാ 2000 കൊടുത്തേക്കാം, 2000 തന്നെ കൊടുത്തേക്കാം, ഇത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 2000 കൊല്ലത്തിൻ്റെ നീണ്ട കഥ പറയുന്ന ഇവരിൽ പലർക്കും അവരുടെ ദൈവം ആരെന്നുള്ളത് സൂക്ഷ്മമായി പറയാൻ കഴിയുന്നില്ല. ചിലർ അത്യുന്നതനായ ദൈവമാണെന്ന് പറയുന്നു, ചിലർ ത്രിയേക ദൈവമാണെന്ന് പറയുന്നു, ചിലർ യഹോവയാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു യഹോവ കൊല്ലുന്ന ദൈവമാണെന്ന് പറഞ്ഞ് കരയുന്നു.
അങ്ങനെ പലവിധമായ രീതിയിലാണ് ഇവർ പറഞ്ഞു വരുന്നത്, പലവിധമായ രീതിയിൽ. അതേസമയം ഇവരുടെ ക്രമങ്ങൾ, ഇവരുടെ തക്സാകളെല്ലാം അത് പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, അത് മാറുന്നൊന്നുമില്ല, അതെല്ലാം അങ്ങനെ തന്നെയാണ്. അതായത് കുർബാന തുടങ്ങുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ അടുത്ത ആഴ്ച തുടങ്ങും, അടുത്ത വർഷവും തുടങ്ങും, 10 വർഷം കഴിഞ്ഞാലും അങ്ങനെ തന്നെ അവസാനിക്കുന്നു, അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ വിശുദ്ധ വേദപുസ്തകവുമായി ബന്ധപ്പെട്ട്, ചരിത്രവുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും വന്നു കഴിയുമ്പോൾ ഇവരുടെ മേൽപ്പട്ടക്കാരും കീഴെയുള്ള പട്ടക്കാരും ഒക്കെ ഓരോരുത്തർക്കും ബോധിച്ചതുപോലെയാണ് പറയുന്നത്, ഓരോരുത്തർക്കും ബോധിച്ചതുപോലെയാണ്. കൃത്യമായ ഒരു ഉത്തരങ്ങൾ ഇവർക്കില്ല. ബൈബിളിനെ സംബന്ധിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ കാര്യങ്ങളെല്ലാം ഇവർ പല രീതിയിലായിരിക്കും പറയുന്നത്, വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിന് നമ്മൾ സൂക്ഷ്മമായി നോക്കിയപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ വീഡിയോസ് അതിനകത്ത് ചേർത്തിട്ടുണ്ട്, അതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഓരോരോ മെത്രാന്മാർ പറയുന്നത്, അവരുടെ ഒരു മെത്രാന് ഗുരുവായൂരപ്പനോടാണ് പ്രിയമെങ്കിൽ മറ്റൊരു മെത്രാന് ഏറ്റുമാനൂരപ്പനോടാണ് പ്രിയം, വേറൊരു മെത്രാന് ശബരിമല അയ്യപ്പനോടാണ് പ്രിയം. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, അത് നമ്മൾ കാണിച്ചു. അപ്പം അവരുടെ ദൈവസങ്കല്പങ്ങളെക്കുറിച്ചും അവരുടെ ബോധ്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലായി, കൃത്യമായി മനസ്സിലായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2000 കൊല്ലത്തിൻ്റെ ഒരു നീളം മാത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് നമ്മുടെ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായത്. ഓക്കെ, വേഗം പറഞ്ഞു വിടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് സാധാരണ അധികം പേരും പറയാൻ ശ്രമിക്കാത്തതും അധികം ഗൗരവം കൊടുക്കാത്തതുമായ ഒരു കാര്യമാണ് ഈ പൗരോഹിത്യ വസ്ത്രം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ലോകം മുഴുവനുമുള്ള ഓർത്തഡോക്സ് സമൂഹം അവരുടെ പൗരോഹിത്യ വസ്ത്രത്തിൽ വിവിധങ്ങളായ കളർ കോഡുകളാണ് കാണുന്നത്. അതിൻ്റെ പാറ്റേൺ എല്ലാം ഡിഫറൻ്റാണ് ലോകം മുഴുവൻ എടുത്ത് പഠിക്കുമ്പോൾ. അതുപോലെ അവരുടെ തലയിലുള്ള ടർബൻ മീൻസ് അവരുടെ തലയിലുള്ള മുടി അഥവാ തൊപ്പി എന്ന് നമ്മൾ പറയും, അത് ഓരോരോ രാജ്യങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ കളറ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളെല്ലാം. അപ്പം പൊതുവെ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, അതിനിപ്പോൾ നിങ്ങൾക്ക് എന്നാ, അത് ഇതിന് മാത്രം വലിയ കാര്യമാണെന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ അവിടുത്തെ വിഷയം അതല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ ഡീപ്പായിട്ട് പുറപ്പാട് പുസ്തകവും ലേവ്യ പുസ്തകമൊക്കെ പഠിക്കുന്ന ആളുകളാണ്. 2000 വർഷത്തിൻ്റെ നീളം അങ്ങനെ പറയാനില്ലെങ്കിൽ പോലും നീളമൊക്കെ ഉണ്ട്. ഒരു വാദത്തിന് സമ്മതിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾക്ക് 2000 വർഷത്തിൻ്റെ നീളം പറയാനില്ല. വാദത്തിന് സമ്മതിക്കുകയാണെങ്കിൽ, അല്ലാതെ പറയുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങ് മാളികമുറി മുതലേ പറയൂ, മാളികമുറി മുതൽ. അതാണ് ഞങ്ങളുടെ ഒരു രീതി. ആരംഭം എവിടെയാണെന്ന് ചോദിച്ചാൽ അങ്ങ് മർക്കോസിൻ്റെ മാളികയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അത് ആരംഭിച്ച് ഇന്ന് ഈ ആയിരിക്കുന്ന അവസ്ഥ വരെ പറഞ്ഞു കൊണ്ടുവരും. പക്ഷെ നിങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങ് സമ്മതിച്ചു തരികയാണ്, ഞങ്ങൾക്ക് അത്രയില്ല, ഒരു 100 കൊല്ലത്തിൻ്റെ കൂട്ടിയാൽ മതിയെന്ന്. പക്ഷേ ഈ 100 കൊല്ലത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പുറപ്പാട് പുസ്തകം വിശകലനം ചെയ്യുകയാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ് പൗരോഹിത്യത്തെക്കുറിച്ച് ഞങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നത്. പൗരോഹിത്യത്തെക്കുറിച്ചും പൗരോഹിത്യ വസ്ത്രത്തെക്കുറിച്ചും ശുശ്രൂഷ രീതികളെക്കുറിച്ചും അതിൻ്റെ പാറ്റേൺ എല്ലാം കാണുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. അപ്പോൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ശ്രേഷ്ഠനായ ദൈവദാസൻ മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ മോശ അതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെയാണ് മോശ എല്ലാ കാര്യങ്ങളും ചെയ്തത്. പൗരോഹിത്യത്തെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കുന്നത് അവിടെയാണല്ലോ. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് മരുഭൂമി വഴിയായി മുൻപോട്ട് കൊണ്ടുവരുമ്പോൾ ഹോരേബിൻ്റെ അടിവാരത്ത് ജനം തമ്പടിച്ചിരിക്കുകയാണ്, പാളയമിറങ്ങിയിരിക്കുകയാണ്. അവിടെ മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി ഉയരത്തിൽ നിന്നുള്ള ആലോചനകൾ വാങ്ങി വരികയാണ്. ഇസ്രായേൽ ഒരു പൗരോഹിത്യ ജനമായി മാറുകയാണ്, ഒരു രാജകീയ പൗരോഹിത്യം അവരുടെ മേൽ കടന്നു വരികയാണ്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ജനമായി മാറുകയാണ്. ഈ മുഴു ലോകത്തിനും വെളിച്ചം പകരുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു സമൂഹമായിട്ട് ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളവിടെ കാണുകയാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ആ കൊടുത്ത പൗരോഹിത്യത്തിൽ പൗരോഹിത്യ വസ്ത്രത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വളരെ സ്പഷ്ടമായിട്ടാണ് പറയുന്നത്. ഓരോ കാര്യങ്ങളും വള്ളി വിടാൻ പാടില്ല. അതേസമയം നമ്മുടെ അന്വേഷണത്തിലും പഠനത്തിലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ പൗരോഹിത്യ വസ്ത്രത്തെക്കുറിച്ചോ പുതിയ നിയമ ശുശ്രൂഷകരുടെ ഡ്രസ് കോഡിനെ കുറിച്ചോ ഒരക്ഷരം പറയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ പുരോഹിതന്മാർ വെളുത്ത കുപ്പായവും കറുത്ത കുപ്പായവും ഒക്കെ ഇടുന്നത് കാണുന്നുണ്ട്. അതുപോലെ അതിൻ്റെ മുകളിൽ മേൽവസ്ത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അലങ്കാര വസ്ത്രങ്ങൾ കാണുന്നുണ്ട്. മേൽപ്പട്ടക്കാരുടെ ആകട്ടെ, പിന്നെ നിങ്ങളുടെ കാതോലിക്ക ആകട്ടെ, പാത്രിയാർക്കീസ് ആകട്ടെ, മറ്റേ കൂട്ടരൊന്നും ഞാൻ എടുക്കുന്നില്ല, നിങ്ങളുടെ കാര്യം മാത്രം വെച്ച് പറയുകയാണ്. ചോദ്യം നിങ്ങളുടെ ഇടയിൽ നിന്നാണല്ലോ വന്നത്, അതുകൊണ്ട് അങ്ങോട്ട് തന്നെ മറുപടി പറയുകയാണ്. ഞങ്ങളുടെ കോളാമ്പി അങ്ങോട്ടാണ് തിരിച്ചു വെച്ചിരിക്കുന്നത് തൽക്കാലത്തേക്ക്. അപ്പോൾ അങ്ങനെ മറുപടി പറഞ്ഞു വരുമ്പോൾ ഈ 2 ഭാഗം, പഴയ നിയമവും പുതിയ നിയമവും,
മുൻപിൽ വെച്ചിട്ട് കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ, പരിശോധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഒന്നും അങ്ങനത്തെ ഒരു കാര്യം കാണുന്നില്ല. പക്ഷെ ഒരു വാദത്തിന് സമ്മതിച്ചു തരാം. പഴയ നിയമ പൗരോഹിത്യമാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത്, അത് പുതിയ നിയമമായിട്ട് മെർജ് ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഓക്കെ, സമ്മതിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പൗരോഹിത്യ വസ്ത്രത്തെക്കുറിച്ച് ബോധ്യം ലഭിച്ചത് സഭാപിതാക്കന്മാരിൽ നിന്നാണോ, അപ്പസ്തോലിക പിതാക്കന്മാരിൽ നിന്നാണോ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു ബോധ്യം കിട്ടിയെന്നുള്ളതിൻ്റെ ഉറവിടം നിങ്ങൾ പ്രസിദ്ധം ചെയ്യേണ്ടതാണ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മാളവരെ, ഞങ്ങളെ ഇട്ടിരിക്കുന്ന ഈ നീളക്കുപ്പായോ, ഈ കറുത്ത തൊപ്പി, ഈ കാര്യപരിപാടികളെല്ലാം ആദ്യത്തെ ഒരു നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരൊക്കെ മരിച്ചതിന് ശേഷം നിക്കിയ സുന്നകദോസും കഴിഞ്ഞിട്ടോ എങ്ങനെ വേണേലും കൂട്ടിക്കോ, ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ പറയണം, ഇന്ന സ്ഥലം മുതലാണ് ഞങ്ങൾ തുടങ്ങിയെന്ന്. അതെയോ അപ്പോസ്തലന്മാരുടെ കാലത്ത് മർക്കോസിൻ്റെ മാളികയിൽ പത്രോസ് എഴുന്നേറ്റ് നിന്നപ്പോൾ കാതോലിക്ക് ഇപ്പോൾ ധരിക്കുന്ന പോലത്തെ ആ ഡ്രസ് കോഡിലാണ് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചതെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം. നിങ്ങൾ പറയണം അങ്ങനെ ആയിരിക്കണമെന്ന്. അപ്പോൾ പത്രോസ് എവിടെ പോയാണ് അങ്ങനത്തെ ആ ഒരു മേൽക്കുപ്പായം തയ്പ്പിച്ചത്? ആരാണത്? ബസലേലാണോ, ഒഹാലിയാവാണോ? ആരാണ്? അല്ലെങ്കിൽ അന്ന് ഏതെങ്കിലും ഒഹാലിയാവ് ഉണ്ടായിരുന്നോ? അവരാണോ ഇത് തുന്നിക്കൊണ്ട് വന്നത്? ഈ 50 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്ത വചനത്തിനായി പട്ടണം വിട്ട് പോകരുതെന്ന് പറഞ്ഞു. നിങ്ങൾ കാത്തിരിക്കണം. അങ്ങനെ അവർ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിൻ്റെ ഇടയിൽ 50-ാം ദിവസം മർക്കോസിൻ്റെ മാളികയിൽ പരിശുദ്ധ റൂഹ അവിടെ ആവസിച്ചു അവരുടെ മേൽ. ആ സമയത്ത് പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. യാക്കോബ് അപ്പോസ്തലൻ കുർബാന അർപ്പിച്ചു എന്നുള്ളതാണ് പറഞ്ഞു വരുന്ന ഒരു പറച്ചിൽ. അപ്പം അവിടെ നമ്മൾ എതിർവാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്. ഞങ്ങളുടെ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. യാക്കോബ് അവിടെ കുർബാന അർപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച അപ്പം 50 ദിവസം പിന്നിൽ കർത്താവും തൻ്റെ ശിഷ്യന്മാരും കൂടി മാളികമുറിയിൽ, അതായത് അന്ന് മാളികമുറിയിൽ തന്നെയാണ് കൂടിയത്. അന്ന് പെസഹ ആചരിക്കാൻ വേണ്ടി അവർ മാളികമുറി കൂടി. പെസഹ ആചരണത്തിൻ്റെ ശേഷം മിച്ചമുള്ള അപ്പം എടുത്ത് പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. ന്യൂ കവനൻ്റ് അവിടെ സ്ഥാപിക്കുകയല്ലേ. അങ്ങനെ പുതിയ ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് പിന്നീട് കർത്താവ് പുറത്തേക്ക് വരുന്നതും ഗെത്സമനയിലേക്ക് പോകുന്നതും അവിടെ നിന്ന് പിന്നെ പിടിക്കപ്പെടുന്നതും ക്രൂശിക്കപ്പെടുന്നതും ഇതൊക്കെ നമുക്കറിയാം. ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ച 50 ദിവസം കഴിഞ്ഞിട്ട് അവർ അതേ മാളികയിൽ, ഈ പെസഹായിക്ക് കൂടി അതേ മാളികയിൽ ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോഴാണല്ലോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ വെളിപ്പെട്ടത്. അപ്പോൾ ഈ സമയത്തുണ്ടാക്കിയ അപ്പത്തിൻ്റെ മിച്ചമെടുത്ത് അപ്പം ഉണ്ടാക്കി എന്നൊക്കെയുള്ളതാണ് ആളുകൾ പറഞ്ഞു വരുന്നത്. അതൊക്കെ എങ്ങനെ വിശ്വസിക്കൂ എന്നുള്ളത് നമ്മളെ തന്നെ അടിച്ച് വിശ്വസിപ്പിക്കേണ്ടി വരും. നമ്മുടെ യുക്തിയും ബുദ്ധിയും ഒന്നും, ആത്മാവും സമ്മതിക്കുന്നില്ല, ഒന്നും സമ്മതിക്കുന്നില്ല. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്നാണ് മനസാക്ഷി നമ്മളോട് പറയുന്നത്. മണ്ടത്തരങ്ങളുടെ മേൽ മണ്ടത്തരമാണെന്ന്. എനിവേ, അപ്പത്തെക്കുറിച്ചൊന്നും അല്ല ഞാൻ പറഞ്ഞു വന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ പൗരോഹിത്യ വസ്ത്രത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു സ്റ്റഡി ഉണ്ടെന്നേ. ഞങ്ങളുടെ സ്റ്റഡി എന്ന് പറയുന്നത് ഈ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമാണ് സ്റ്റഡി ഉള്ളത്. അപ്പോൾ പൗരോഹിത്യ വസ്ത്രം നമ്മുടെ കണ്ണിന് മുമ്പിലുണ്ട്. അത് പുറപ്പാട് പുസ്തകത്തിലാണ് ആ വസ്ത്രത്തിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്. അപ്പോൾ പുറപ്പാട് പുസ്തകത്തിലും അല്ല പുതിയ നിയമത്തിലും അല്ലാത്ത വസ്ത്രം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അത് നിങ്ങളുടെ ഇടയിലുള്ള ഒരു സീനിയർ ഫെലോ എഴുതിയ ഒരു ലേഖനത്തിൽ നിന്ന് ഞങ്ങൾ കണ്ടത് പുരാതന ലോകത്തെ പാഗൻ മതത്തിൻ്റെ ഒരു പിള്ളത്തൊട്ടിലെന്ന് പറയുന്നത് ഗ്രീസാണ്. ഗ്രീസും റോമും ഒക്കെയാണ്. അപ്പോൾ ആ ഗ്രീസിലെ പുരോഹിതന്മാർ, പാഗൻ മതത്തിൻ്റെ പുരോഹിതന്മാർ യൂസ് ചെയ്യുന്ന ഡ്രസ് കോഡ് തന്നെയാണ് നിങ്ങളും യൂസ് ചെയ്യുന്നത്. കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇദ്ദേഹത്തിൻ്റെ എഴുത്തിൽ വാസ്തവം ഉണ്ടെന്ന് തന്നെയാണ്. അതിന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ഒരു സത്യസന്ധമായ കാര്യം എഴുതി. പക്ഷെ പിന്നത്തേതിൽ ഞാൻ നോക്കുമ്പോൾ ആ ലിങ്കിൽ ആ ലേഖനം പിന്നെ കാണാനില്ലെന്നും ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു. എനിവേ, അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുക ഒന്നുകൂടെ. എന്താ റിപ്പീറ്റ് ചെയ്യുന്നത്? പൗരോഹിത്യ വസ്ത്രത്തെക്കുറിച്ചുള്ള കാര്യത്തിൽ നിങ്ങൾ ഇരുട്ടിൽ തപ്പുകയാണ്. നിങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അത് ഒരു മനുഷ്യനെയും വിശ്വസിപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പച്ചക്കള്ളങ്ങളാണെന്നുള്ളതാണ്. മലയാളത്തിലാണ് കേട്ടോ പറയുന്നത്. പച്ചക്കള്ളങ്ങളാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുപോലെ ആ കൂട്ടത്തിൽ ഞങ്ങൾ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു, അഥവാ മാമോദീസ ലോകത്തിലെ പല രാജ്യങ്ങളിലും നിങ്ങൾ പല രീതിയിലാണ് മാമോദീസ കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രസംഗത്തിൽ അങ്ങനെ സൂചിപ്പിച്ചെങ്കിലും നമ്മളുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് വന്നപ്പോൾ പല വീഡിയോകളും അഡീഷണലായിട്ട് അതിനകത്ത് ചേർത്തിരുന്നു. അഡീഷണലായിട്ട് എല്ലാ വീഡിയോസും നമുക്ക് ചേർക്കാൻ പറ്റത്തില്ല. കാരണം അത് കുട്ടികളുടെ മേലുള്ള കടന്നുകയറ്റം എന്നുള്ള നിലയിലേക്ക് യൂട്യൂബ് നമ്മുടെ മേൽ കടന്നു കയറും. അതുകൊണ്ട് പല വീഡിയോസും അതിനകത്ത് ഇടാൻ പറ്റില്ല. ചിലത് ഞങ്ങൾ ഇട്ടു, എന്നിട്ട് ഞങ്ങളിങ്ങനെ കുരിശു വരച്ചിരുന്നു. യൂട്യൂബുകാരൻ ഈ വീഡിയോ തള്ളുവെന്ന് നോക്കി. പക്ഷേ എന്തായാലും യൂട്യൂബിൽ ആ വീഡിയോസ് ഉണ്ട്.
ചില പുരോഹിതന്മാർ കുഞ്ഞുങ്ങളുടെ തല മാത്രം വെള്ളത്തിൽ മുക്കിയെടുക്കും, ചിലർ കാല് മുക്കിയെടുക്കും, ചിലർ കാലും തലയും മുക്കും, അങ്ങനെ പല രീതിയിൽ. പക്ഷെ മലങ്കരയിലെ ശ്രേഷ്ഠന്മാരായ കോറപ്പീസ്കോപ്പന്മാരായ നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിലാണ് വെള്ളം തളിക്കുന്നതും മൂറോനൊക്കെ ഒഴിച്ച് കുഞ്ഞുങ്ങളെ ശരീരത്തിലൂടെ അത് ശരീരത്തിലെ ഏതൊക്കെയോ ഭാഗങ്ങളിലൂടെ എല്ലാമാണല്ലോ നിങ്ങളത് പുരട്ടി അങ്ങനെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോസ് കാണുകയാണ്. മുതിർന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ നിങ്ങളുടെ പുരോഹിതന്മാരെ ഈ പറഞ്ഞ രീതിയിൽ ലോക തമാശയാണ് അതൊക്കെ. അതൊന്നും നമുക്ക് വീഡിയോസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? തോൽവി എന്ന് പറഞ്ഞപ്പോൾ ഒരു അന്താരാഷ്ട്ര തോൽവിയാണ് അതൊക്കെ. അപ്പോൾ അത് പരിജ്ഞാനമില്ലായ്മയാണ് അതൊക്കെ. അങ്ങനെയൊന്നുമല്ല ബൈബിൾ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഓർത്തഡോക്സിയെക്കുറിച്ചുള്ള പഠനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ വിസ്തരിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതിനിടയിൽ മൂറോനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കൂടെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് പഴയ നിയമത്തിൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ അഭിഷേക തൈലത്തെക്കുറിച്ച് കാണുന്നുണ്ട്. അഭിഷേക തൈലത്തെക്കുറിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സമാഗമന കൂടാരത്തിൻ്റെ യെരൂശലേം ദൈവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന വിളക്ക്, ആ വിളക്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ, അവിടെ എണ്ണയാണ്. ഇതും ഇതിനെ എണ്ണ എന്ന് ഓയിൽ എന്നുള്ള നിലയിൽ തന്നെ പരിഗണിക്കും. ഈ രണ്ട് കാര്യങ്ങളെയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ അതിനെയെല്ലാം പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുത്തിയാണ് പഠിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിഴലുകൾ എന്നുള്ള നിലയിലാണ് അതിൻ്റെ പഠനം പോകുന്നത്. അക്ഷരികമായി ഈ പറഞ്ഞ രീതിയിലുള്ള എണ്ണ ഉണ്ടാക്കി ഒരുവൻ്റെ തലയിൽ പുരട്ടി കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിനെ കിട്ടി എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, ഞങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം മുതൽ അന്വേഷണത്തിലേക്ക് പോകും. ഞങ്ങൾ അങ്ങനെ അന്വേഷണത്തിലേക്ക് പോയി. അങ്ങനെ അന്വേഷണത്തിലേക്ക് പോയപ്പോൾ പത്രോസിൻ്റെ മുമ്പിൽ ഓടിക്കൂടിയ 3000 പേരുടെ മേലും പത്രോസ് ഇത് പുരട്ടിയില്ല. പിന്നെ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെയും പത്രോസ് ഇത് പുരട്ടിയില്ല. തോൽക്കൊല്ലനായ ശിമോൻ്റെ വീട്ടിൽ ഇരുന്നപ്പോൾ ശിമോൻ്റെ മേലും ഇതൊന്നും പുരട്ടിയില്ല. അതുപോലെ പൗലോസിൻ്റെ യാത്രകളിലൊന്നും പൗലോസ് ഇതുപോലെ ഒന്നും ചെയ്തില്ല. വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ ആത്മാവ് വന്നെന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ ആത്മാവ് വന്നു. അങ്ങനെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിച്ചു, പ്രവചിച്ചു എന്നൊക്കെയാണ് കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. പൗലോസ് അവിടെ കടന്നു വന്ന എഫെസോസിലെ ചില ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന്. അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ ആ കാര്യമൊക്കെ വലിയ ദൈവദൂഷണമായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും വിശ്വാസം മാത്രമേ ഉള്ളൂ എന്ന് അച്ഛൻ്റെ വീഡിയോയിലൂടെ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞല്ലോ. അതൊക്കെ ദൈവദൂഷണമാണ്, ദൈവസന്നിധിയിലെ കുറ്റകരമായ കാര്യമാണ്, വിശുദ്ധന്മാരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ്. ഞങ്ങളെ സംബന്ധിച്ച് അച്ഛൻ്റെ ആ വാക്കുകൾ ഒട്ടും യോഗ്യമായ വാക്കുകളായിട്ടല്ല ഞങ്ങൾ പരിഗണിക്കുന്നത്. കാരണം പുതിയ നിയമം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അവിടെ പൗലോസ് ചോദിച്ച ചോദ്യം ഇതാണ്, വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന്. അതേസമയം പൗലോസിൻ്റെ 1-ാം മിഷൻ യാത്രയിൽ ഗലാത്തിയിൽ കടന്നു വന്ന് അവിടെ സുവിശേഷം അറിയിച്ചു. ഗലാത്തിയിലുള്ള വിശുദ്ധന്മാരോട് പൗലോസ് പറയുന്നത് എന്താ? അത് നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടാണോ? വിശ്വാസത്തിൻ്റെ വചനം കേട്ടിട്ടല്ലേ നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചതെന്നാണ് ഗലാത്യരോട് ചോദിക്കുന്നത്. ഇവിടെ 3-ാം മിഷൻ യാത്രയിലേക്ക് വരുമ്പോൾ എഫെസോസിലുള്ള ശിഷ്യന്മാരോട് ചോദിക്കുന്നത് വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്നാണ്. അപ്പോൾ അവർ പരിശുദ്ധാത്മാവെന്ന് കേട്ടിട്ട് പോലുമില്ല. അല്ലെങ്കിൽ അവർ പറഞ്ഞേനെ, പരിശുദ്ധാത്മാവ് അന്നാ കഴിഞ്ഞ ആഴ്ച അച്ഛൻ ഞങ്ങളുടെ ഈ നെഞ്ചത്തൊക്കെ പുരട്ടിയ ആ എണ്ണയുടെ കാര്യമാണോ എന്ന് പൗലോസിനോട് ചോദിച്ചേനെ. പക്ഷെ അവരങ്ങനെ ഒരു മൂറൻ പൂശൽ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ ചോദിക്കാതിരുന്നത്. ആദിമസഭയുടെ പ്രാക്ടീസ് അല്ലല്ലോ ഇതൊന്നും. നിങ്ങൾ ഇടക്കാലത്ത് എവിടെയോ വെച്ച് കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളാണ്. ആർക്കിമിഡീസ് ഏതാണ്ട് കണ്ടുപിടിച്ചല്ലോ, അതുപോലെ നിങ്ങൾ ഏതാണ്ട് സാധനങ്ങൾ കണ്ടുപിടിച്ചു. കുറേ സാധനങ്ങളൊക്കെ ഇട്ട് വഴറ്റി കൂട്ടി ഉണ്ടാക്കുന്ന എണ്ണ ആളുകളുടെ മേൽ പൂശിക്കഴിഞ്ഞാൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന് പറയുമ്പോൾ അതിനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നേരെയുള്ള കടന്നുകയറ്റം എന്നാണ് ഞങ്ങൾ പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നേരെയുള്ള കടന്നുകയറ്റം ഒട്ടും ചെറിയ കാര്യമല്ല. നിങ്ങൾ 934 ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നില്ലേ? അതൊക്കെ ചെറിയ കാര്യങ്ങൾ. അതുപോലെ വേറെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. വചനം വ്യാഖ്യാനിക്കുന്ന കാര്യങ്ങളിലൊക്കെ തെറ്റുകുറ്റങ്ങൾ വരാം, ആർക്കും വരാം, നമുക്കൊക്കെ വരാം. പക്ഷേ ഇത് കടന്നുകയറ്റമാണ്. ഇതിന് ശിക്ഷ എന്ന് പറയുന്നത് കൊടിയ ശിക്ഷയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ഞാൻ തറപ്പിച്ച് പറയുകയാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ തറപ്പിച്ച് പറയുകയാണ്. കാരണം ചരിത്രത്തിൽ അനേക ദൈവദാസന്മാരുടെ അധരങ്ങളിലൂടെ മുഴങ്ങിയ ശബ്ദങ്ങളുണ്ട്, അതായത് വചനസത്യങ്ങളുണ്ട്. അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ വഴറ്റി കുറുക്കി എടുക്കുന്ന സാധനത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ട്. നിങ്ങളുടെ കാതോലിക്കും പാത്രിയാർക്കീസൊക്കെ കൈ ഒന്ന് വിറപ്പിച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊന്ന് വിറപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ, അങ്ങനെ വിറപ്പിച്ച ഇറങ്ങുന്ന ആത്മാവാണോ പരിശുദ്ധാത്മാവ്? എണ്ണയ്ക്കകത്തേക്ക് ഇറങ്ങി വരുന്ന ആത്മാവാണോ പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് വ്യക്തിയിലേക്കല്ലേ വരുന്നത്?
എണ്ണയിലേക്ക് പരിശുദ്ധാത്മാവ് വരും എന്നുള്ളതിന് എന്തെങ്കിലും ഒരു ചെറിയ സൂചന ഞാൻ ചലഞ്ച് ചെയ്ത് ചോദിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എണ്ണയ്ക്കകത്ത് ഇറങ്ങി വരും എന്നുള്ള എന്തെങ്കിലും ഒരു സൂചന വചനത്തിലുണ്ടോ? അതെവിടെയാണ് ഉള്ളത്? ഇത് ഏത് അപ്പോസ്തലനാണ് അങ്ങനെ ചെയ്തത്? നോക്കണം, ഇവിടെ പൗലോസ് ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യം, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന്. എന്തായാലും അവിടെ കാര്യങ്ങൾക്ക് ഒരു കൃത്യത വന്നു. പൗലോസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു, സുവിശേഷം പറഞ്ഞു, അവരുടെ ഉള്ളം കത്തി. അവർ പിന്നത്തേതിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ ഏറ്റു. എന്നിട്ട് ആ മാമോദീസ ഏറ്റ കുളമോ പുഴയോ എന്താണോ അതിൽ നിന്ന് അവർ പുറത്തേക്ക് വരുമ്പോൾ അവർ ആത്മാവ് നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തെന്നാണ് പറയുന്നത്. അവിടെ എന്തെങ്കിലും സൂചനയുണ്ടോ പൗലോസ് അവരുടെ എണ്ണ പൂശി എന്നുള്ളത്? എണ്ണ പൂശിന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? പിന്നെ ആകെ നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു വചനമുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം ഏറ്റവും ഒടുവിൽ എഴുതിയിരിക്കുന്നു, യേശു ചെയ്ത മറ്റു പലതുകൊണ്ട് അത് ഓരോന്നായി എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. അതുകൊണ്ട് പുസ്തകങ്ങൾ ഒത്തിരി എഴുതേണ്ടി വരും. പുസ്തകങ്ങൾ എഴുതാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം പൗലോസ് 14 ലേഖനങ്ങൾ എഴുതി. ഈ എണ്ണയുണ്ടാക്കിയ ലേഖനത്തെക്കുറിച്ചൊക്കെ എഴുതാൻ പോയ ഇനിയൊരു പുസ്തകമൊക്കെ എഴുതേണ്ടി വരും. അതൊക്കെ ഭാരമാണ്. 27 പുസ്തകം എന്നുള്ളത് 28, 29, 30 ആയിട്ട് പോവില്ലേ? അപ്പോൾ ഇപ്പം തന്നെ ഇരിക്കുന്ന ഈ ബൈബിളിൻ്റെ കനം കൂടും. അതൊക്കെ ഓർത്തിട്ട് പൗലോസ് എന്ത് ചെയ്തില്ല? പിന്നെ ലേഖനമൊന്നും എഴുതിയില്ല. അങ്ങനെ വിശ്വസിക്കണോ? അങ്ങനെയാണോ വിശ്വസിക്കേണ്ടത്? ഇതിവിടെ പച്ചയ്ക്ക് കണ്ണാലെ കാണുക. പൗലോസ് പ്രസംഗിച്ച് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവർ ഏറ്റെടുക്കുന്നതും അതിൻ പ്രകാരം അവർ മാമോദീസയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നതും. മുതിർന്നവരാണ് അവർ. 56 ദിവസം പ്രായമായ കൊച്ചുങ്ങളോട് പൗലോസ് അങ്ങനെ സംസാരിക്കുമോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ പാടായിരിക്കും. പൗലോസ് എന്ന് പറയുന്ന മുതിർന്ന മനുഷ്യൻ വന്ന് ഈ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന സംസാരം സ്പഷ്ടമായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് വിശുദ്ധ തിരുവെഴുത്തിൽ. അപ്പോൾ അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കെന്താ മനസ്സിലാകുന്നത്? ഇത് 56 ദിവസമുള്ള കുഞ്ഞുങ്ങളൊന്നും അല്ല, ഇത് മുതിർന്ന മനുഷ്യർ തന്നെയാണ്. അതായത് കേട്ട് ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ളവർ. പ്രായം നമുക്കറിയില്ല, കേട്ട് ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ളവർ. അവരോട് പൗലോസ് സംസാരിക്കുന്നു. അതിൻ പ്രകാരം കാണുന്ന റിസൾട്ടാണ് നമ്മൾ പറയുന്നത്. റിസൾട്ട് എന്താ? അവർ ആത്മാവിൽ നിറയുകയാണ്, അവർ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്, പിന്നെയോ അവർ പ്രവചിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലൊന്നും നമ്മൾ മൂറോൻ കാണുന്നില്ല. ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു, പൗരോഹിത്യ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു, മാമോദീസയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ പരിശുദ്ധാത്മാവും മൂറോനുമായിട്ടുള്ള റിലേഷൻ, അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ സീരിയസ് ആയിട്ട് പറഞ്ഞത്. അതിന് നിങ്ങൾ എണ്ണി മറുപടി പറയേണ്ടി വരും. പരിശുദ്ധാത്മാവിനെ എണ്ണയിൽ കൊണ്ടുപോയി വെക്കുന്നതിന് നിഴലായ സബ്ജക്റ്റിനെ പൊരുളായി കാണേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. 2000 അല്ല 20,000 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ ഈ എണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതേസമയം ഞങ്ങൾ ആത്മാവിൻ്റെ സ്പർശനമേറ്റ് അങ്ങനെ പാപബോധം വന്ന് അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് അങ്ങനെ ആത്മാവിനെ പാനം ചെയ്ത് ആത്മാവിൽ നിറഞ്ഞ് ഇപ്പോൾ ആത്മാവിൽ നിറഞ്ഞ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല ബോധ്യത്തിലല്ലേ പറയുന്നത്? നല്ല കോൺഫിഡൻസിലാണ് പറയുന്നത്. ആത്മാവിൽ നിറഞ്ഞാണ് സംസാരിക്കുന്നത്, ആത്മശക്തിയിലാണ് സംസാരിക്കുന്നത്, തികഞ്ഞ ബോധ്യത്തിലും അധികാരത്തിലുമാണ് സംസാരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? 100 കൊല്ലത്തിൻ്റെയോ 2000 കൊല്ലത്തിൻ്റെയോ നീളമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ നടത്തുന്നുണ്ടോ? ഇപ്പം ഞാൻ പറയുകയാണ്, ഞങ്ങൾക്ക് ഇത്രയും നീളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ആത്മാവ് എന്നെ നടത്തുന്നുണ്ടോ? ആത്മാവ് എനിക്ക് വചനം വെളിപ്പെടുത്തി തരുന്നുണ്ടോ? വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നുണ്ടോ? അല്ലാതെ ഇന്നലെ ആനപ്പുറത്തിരുന്ന കഥ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു 10-25 സഭാപിതാക്കന്മാരുടെ പേര് കാണാതെ പഠിച്ചു, ഒരു 10-30 അപ്പസ്തോലിക പിതാക്കന്മാരുടെ പേര് കാണാതെ പഠിച്ചു. അങ്ങനെ കുറേ അപ്പസ്തോലിക പിതാക്കന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും പേര് കാണാതെ പഠിച്ചിട്ടോ കുറേ ചരിത്രം പറഞ്ഞിട്ടോ വല്ലോ കാര്യമുണ്ടോ? നിങ്ങളെ ഇന്ന് ആത്മാവ് നടത്തുന്നുണ്ടോ? ആത്മാവ് വചനം വെളിപ്പെടുത്തി തരുന്നുണ്ടോ? അതാണ് കാതലായ മർമ്മം. ഞാൻ എൻ്റെ നിരീക്ഷണത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. അതായത് ഞങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കിയ കാതലായ 2 മർമ്മപ്രധാനമായ കാര്യമാണ്. പുതിയ നിയമത്തിൽ ഏറ്റവും സീരിയസ് ആയ പുസ്തകങ്ങളിലൊന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം. ലേഖനങ്ങളിൽ റോമാലേഖനത്തിന് എന്ത് തലയെടുപ്പുണ്ടോ അതുപോലെ തന്നെ തലയെടുപ്പുള്ളൊരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. നിത്യജീവൻ്റെ മൊഴികൾ ആഴത്തിൽ അതിനകത്തുണ്ട്. ഈ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഈശോ മിശിഹ നിക്കോദീമോസിനോട് പറഞ്ഞ കാര്യമാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം, അഥവാ പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം. ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാര്യമായ ബോധ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്.
ഇന്ന് നിങ്ങൾ വെള്ളം തളിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിയോ വെള്ളം തളിച്ചോ വിവിധ രീതിയിൽ പച്ചവെള്ളത്തെ ഒരു മീഡിയമായിട്ട് എടുത്തുകൊണ്ട് വീണ്ടും ജനിക്കാനായി പരിശ്രമിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് അയ്യോഭാവമാണ് തോന്നുന്നത്. വെറും പച്ചവെള്ളം, ആ പച്ചവെള്ളത്തിൽ ജീവനുണ്ടെന്നൊക്കെ ആരോ പ്രസംഗിക്കുന്നത് കേട്ടു ഞാൻ ഇടയ്ക്ക്. പച്ചവെള്ളത്തിൽ ജീവനുണ്ടെന്ന്, അതൊക്കെ ശരിയാ, പച്ചവെള്ളത്തിൽ ഭയങ്കര ജീവനാണ്. പച്ചവെള്ളത്തിലിരിക്കുന്ന ജീവനെക്കുറിച്ചല്ല വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് നിത്യജീവൻ ഇരിക്കുന്ന പുത്രനിലാണെന്നാണ്. പുത്രനിലാണ് നിത്യജീവൻ ഇരിക്കുന്നത്. ആ നിത്യജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ്. അങ്ങനെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ട സുവിശേഷം കേട്ടത് ഏറ്റെടുക്കുമ്പോൾ നിത്യജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. നിത്യജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഒരുവൻ പുതുതായി ജനിക്കേണ്ടതും ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധിപ്പിക്കപ്പെടുന്നതും ആ രീതിയിലാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ 2000 കൊല്ലത്തിൻ്റെ ചരിത്രം പറയുന്നവർക്ക് ആ ഉത്തരത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നില്ല. അടുത്ത് യോഹന്നാൻ 6-ാം അധ്യായത്തിലെ കാര്യം. നിരീക്ഷണങ്ങളാണ് കേട്ടോ, നിരീക്ഷണങ്ങളാണ്. യോഹന്നാൻ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കുകയും നിങ്ങൾ എൻ്റെ രക്തം കുടിക്കുകയും വേണമെന്ന്. അതിനെക്കുറിച്ച് ഓർത്തഡോക്സ് സമൂഹമാകട്ടെ കാത്തലിക് സമൂഹമാകട്ടെ വ്യത്യസ്തമായ രീതിയിലുള്ള ഉപദേശങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും പൊതുവിൽ നിങ്ങൾക്ക് പല കാര്യത്തിലും യോജിപ്പുണ്ട്. അതായത് ഈ 6-ാം അധ്യായത്തിൽ നിന്ന് നിങ്ങൾ കുർബാനയെ കണ്ടെത്തുകയാണ്. കുർബാന അഥവാ ബലി കണ്ടെത്തുകയാണ്. ഈ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ബലിയർപ്പണത്തിലേക്കാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്. അത് പരിശുദ്ധാത്മാവല്ല നിങ്ങളെ നയിച്ചതെന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് ഞങ്ങളുടെ അന്വേഷണങ്ങളിൽ ഞങ്ങൾ കണ്ടെത്തി. ഞങ്ങൾ അതിനോട് ചേർത്ത് വെച്ച് 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായവും ചേർത്ത് പഠിച്ചു. പൗലോസ് ശ്ലീഹ പറയുന്നു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ എന്ന് പറഞ്ഞ് താൻ വിശദമായി പറയുന്ന കാര്യം. അപ്പസ്തലന്മാർ അപ്പം നുറുക്കാൻ കൂടുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അപ്പസ്തല പ്രവൃത്തിയിലും മറ്റ് പുസ്തകങ്ങളിലും കാണാൻ കഴിയും. അപ്പം നുറുക്കുന്ന കാര്യം, അതായത് ഞങ്ങൾ അതിന് തിരുമേശയെന്നോ കർത്തൃമേശയെന്നോ തിരുവഴുത്താഴമെന്നോ അങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കാറ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. എല്ലാം ഒരർത്ഥത്തിലേക്കാണ് വരുന്നത്. വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഒക്കെ സ്മരിച്ചുകൊണ്ട് ആ ബലിമരണത്തിൻ്റെ ശ്രേഷ്ഠത കൺമുമ്പിൽ വെച്ചുകൊണ്ട് ആ അപ്പം നുറുക്കുകയാണ്. പാപമില്ലാത്തവനായ ക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി കാൽവറിയിൽ ഒരു പരമയാഗമായി തീർന്ന, പാപപരിഹാരകനായി തീർന്ന ആ കാര്യത്തെയാണ് തിരുമേശയിലൂടെ ഞങ്ങൾ സ്മരിക്കുന്നത്, ഓർത്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതൊന്നും ഒരു ബലിയായിട്ടല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പൗലോസ് ഒരിക്കലും പറഞ്ഞില്ല, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ ഈ ബലി നിങ്ങൾ അർപ്പിക്കുമ്പോൾ, അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അന്നാ പെസഹ തിരുനാളിൽ ഒരു ബലി അർപ്പിച്ചു, അതുകൊണ്ട് നിങ്ങളും ഇന്നാ പെസഹ തിരുനാളിൽ ഒരു ബലി അർപ്പിച്ചോളാനൊന്നും അവിടെ എഴുതിയിട്ടില്ല. ബലിയെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. ബലിയെക്കുറിച്ചുള്ള, അതായത് പുരാതന കാലത്ത് മനസാക്ഷിയുഗത്തിൽ തന്നെ നമുക്ക് ബലികളെക്കുറിച്ച് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഹാബേലും കായീനും ബലിയർപ്പിക്കാൻ പോയതായിട്ടുള്ള സൂചന നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അതിനു മുൻപ് തന്നെ ഏദൻ തോട്ടത്തിൽ വീഴ്ച സംഭവിച്ച മനുഷ്യന് വേണ്ടി വലിയവനായ ദൈവം തന്നെ ഒരു മൃഗത്തെ അറുക്കുന്നുണ്ട്. അതിനെ ഒരു ബലി എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു ആത്മീയ പരിവേഷം അതിന് കൊടുക്കാം. ആ കാര്യത്തെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായ വെളിപ്പാടുകളിലേക്ക് എത്തിച്ചേരുന്നത് ഇസ്രായേൽ മിസ്രൈം വിട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമി വഴിയായി സഞ്ചരിക്കുമ്പോൾ ഹോരേബിൽ എത്തപ്പെട്ടപ്പോൾ പർവ്വതത്തിന് മുകളിൽ മോശയ്ക്ക് വെളിപ്പെട്ട വെളിപ്പാടുകളിലാണ് ബലിയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ലഭിക്കുന്നത്. ഇസ്രായേൽ ബലി അർപ്പിക്കേണ്ട ഒരു സമൂഹമായിട്ട് മാറുകയാണ്. ഇന്നലകളിലൊക്കെ അവർ ബലി അർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലെയല്ല തുടർന്നുള്ള ബലിയർപ്പണങ്ങൾ. അതിന് ഒരു വ്യക്തത വന്നിരിക്കുകയാണ്, അതിനൊരു രൂപം വന്നിരിക്കുകയാണ്. ബലിയർപ്പിക്കേണ്ട രീതികളെല്ലാം, അതിൻ്റെ പാറ്റേൺ എല്ലാം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ താമ്രയാഗപീഠത്തിൽ അർപ്പിക്കേണ്ട പ്രധാനപ്പെട്ട 5 യാഗങ്ങളെക്കുറിച്ചുള്ള വ്യക്തത കൊടുത്തിരിക്കുന്നു. അതുപോലെ ഓരോ കാര്യങ്ങളും, ബലിയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അതെല്ലാം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ, അതായത് കാലങ്ങളായി ഏതാണ്ട് 1400 ചില്ലുവാനും വർഷങ്ങളായി ഇസ്രായേൽ അനുഷ്ഠിച്ചിരുന്ന ആ ബലികൾ, യാഗങ്ങളെല്ലാം, ആ യാഗങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്താ? ആ യാഗങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ പരമയാഗത്തിൻ്റെ നിഴലുകളാണ്. അവിടെ ഹോമയാഗമുണ്ട്, ദെൻ ഭോജനയാഗമുണ്ട്, പിന്നെ സമാധാനയാഗമുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന 2 യാഗങ്ങൾ, അതായത് ഈ പറഞ്ഞ 3 യാഗങ്ങൾ സൗരഭ്യം പരത്തുന്ന യാഗങ്ങളാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ പറയുന്ന 2 യാഗങ്ങൾ പാപയാഗവും അകൃത്യയാഗവും, അത് സൗരഭ്യം പരത്തുന്ന യാഗങ്ങളല്ല. ഈ യാഗങ്ങളെല്ലാം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഏകദേശം 1400 ചില്ലുവാനും വർഷം ഈ യാഗങ്ങൾ ഇസ്രായേലിൻ്റെ പ്രാകാരത്തിൽ, അവരുടെ യാഗപീഠത്തിൽ നടന്നുകൊണ്ടിരുന്ന യാഗങ്ങളാണ്. പൂർണ്ണതയില്ലാത്ത യാഗങ്ങളെന്ന് പറയും. അത് കാര്യങ്ങളുടെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരുന്നില്ല.
ഇന്ന് യാഗം അർപ്പിച്ചാൽ നാളെ വീണ്ടും അർപ്പിക്കണം. ഈ ആണ്ടിൽ പാവപരിഹാര യാഗം അർപ്പിച്ചാൽ അടുത്ത ആണ്ടിൽ വീണ്ടും അർപ്പിക്കണം. എന്നാൽ അതിന് പരിസമാപ്തി വരുത്തിക്കൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കാൽവറിയിൽ ഒരു ബലിയായി തീർന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച പരമയാഗത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം ഞങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് ഏറ്റെടുത്തു. ഇനി അർപ്പിക്കേണ്ട ബലികളെക്കുറിച്ച് പുതിയ നിയമം പഠിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്ന കുർബാന എന്ന ബലിയും കർത്തൃമേശ എന്ന ബലിയോ അല്ലെങ്കിൽ അപ്പം നുറുക്കൽ എന്ന് പറയുന്ന ഒരു ബലിയായിട്ടോ ഒന്നും പുതിയ നിയമം പഠിപ്പിക്കുന്നില്ല. അത് ഞങ്ങളുടെ സീരിയസ് ആയ ബോധ്യങ്ങളാണ്, വലിയ ഗൗരവമായ കാര്യങ്ങളാണതെല്ലാം. അതെല്ലാം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇത്രയും വർഷത്തിൻ്റെ പഴക്കമുള്ള നിങ്ങൾക്ക് അതൊന്നും വെളിപ്പെട്ട് കിട്ടുന്നില്ല. നിങ്ങളിങ്ങനെ കാലങ്ങളായിട്ട് ഈ കാര്യങ്ങളിങ്ങനെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നു, അത്രമാത്രം. അതാണ് അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത്? എന്താ പറഞ്ഞു വന്നത്? യോഹന്നാൻ 3-ാം അധ്യായത്തിലെ കാര്യമോ 6-ാം അധ്യായത്തിലെ കാര്യമോ 1 കൊരിന്ത്യർ 11 കൂടെ അതിനോട് ചേർത്ത് വെച്ച് പറയുമ്പോൾ ഈ ഇന്ന് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുർബാനയെക്കുറിച്ചും ആ കാര്യത്തിൻ്റെ യുക്തിരാഹിത്യത്തെക്കുറിച്ച്, അത് വചനത്തിൻ്റെ പിൻബലങ്ങളോ ഒന്നുമല്ല. ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ യാഗങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ പഠനങ്ങൾ കർത്താവും അപ്പോസ്തലന്മാരും അത് കൽപ്പിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഒരു സത്യക്രിസ്ത്യാനി മുൻപോട്ട് പോകേണ്ടത് എന്നൊക്കെയുള്ള കാര്യം വിലയിരുത്തുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു അന്തരം, ഞങ്ങളും നിങ്ങളൊക്കെ തമ്മിലുള്ള അന്തരം എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും തമ്മിലുള്ളൊരു അന്തരമാണ്. നിങ്ങൾ നിരന്തരം ഇങ്ങനെ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മദ്ബഹായിൽ. അതേസമയം വിശുദ്ധ അപ്പോസ്തലന്മാരിലൂടെ ലഭിക്കപ്പെട്ട ഏറ്റവും ഗംഭീരമായൊരു ആഹ്വാനമാണ് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ളൊരു യാഗമായി, ദൈവത്തിന് സൗരഭ്യം പരത്തുന്ന ഒരു യാഗമായി സമർപ്പിക്കണമെന്നുള്ളൊരു കാര്യം. ആ കാര്യം നിങ്ങളിൽ പലർക്കും മനസ്സിലാകുന്നില്ല. വ്യക്തിപരമായി നാം ഓരോരുത്തരും ഒരു ബലിയായി തീരുകയാണ് വേണ്ടത്. സമർപ്പിത ജീവിതത്തിലേക്ക് വരികയാണ് വേണ്ടത്. ആ സമർപ്പിത ജീവിതത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധനായ ദൈവം നമ്മെ തൻ്റെ മന്ദിരമാക്കി മാറ്റുകയാണ്. ആ മന്ദിരത്തിലെ പുരോഹിതന്മാരെന്ന നിലയിലേക്ക് നമ്മെ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. ഇതെല്ലാം വലിയ കണ്ടെത്തലുകളാണ്. അതുകൊണ്ടാണ് അമ്പരചുംബികളായ വലിയ പള്ളികളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇങ്ങനെ ദർശിക്കാനിടയായി. ആ വീഡിയോയിലൂടെ യൂറോപ്പിലൂടെയുള്ള ഒരു മനുഷ്യൻ്റെ സഞ്ചാരമാണ്. പ്രസിദ്ധനായൊരു മലയാളി യൂറോപ്പിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ അദ്ദേഹം പോർച്ചുഗലിൽ വരികയാണ്. പോർച്ചുഗലിലെ ലിസ്ബൺ, അവിടെ നിന്ന് പിന്നീട് സ്പെയിനിലേക്ക് വരികയാണ്. സ്പെയിനിലെ മാഡ്രിഡ്, അതുപോലെ ബാർസലോണ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് താൻ പിന്നെ സ്വിറ്റ്സർലൻഡിലേക്ക് വരുന്നു. അങ്ങനെ പോകുന്ന ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഇത് കാണുമ്പോൾ ലിസ്ബണിലാകട്ടെ, മാഡ്രിഡിലാകട്ടെ, അതുപോലെ ബാർസലോണയിലാകട്ടെ, ഇവിടെയൊക്കെ കാണുന്ന പള്ളികളെന്നൊക്കെ പറഞ്ഞാൽ, പിന്നീട് അദ്ദേഹം ജർമ്മനിലേക്ക് വരികയാണ്. ജർമ്മനിലെ ബോൺ, അതുപോലെ കൊളോൺ, ബെർലിൻ, ഇവിടെയൊക്കെയുള്ള പുരാതനമായ പള്ളികൾ. എൻ്റെ ദൈവമേ, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നടുങ്ങിപ്പോവും. എത്ര മനോഹരമായ പണികളാണ്! 1500കളിലും 1700കളിലും ചില പള്ളികളൊക്കെ 1100കളിലൊക്കെ പണിത പള്ളികളുണ്ട്. വളരെ പുരാതനത്വമുള്ള പള്ളികളൊക്കെ. ഞാൻ പറഞ്ഞ ഈ പോർച്ചുഗലിലെ ആകട്ടെ, സ്പെയിനിലെ ആകട്ടെ പള്ളികളൊക്കെ, അതുപോലെ ഈ ഓസ്ട്രിയയിലെ ആകട്ടെ, അതുപോലെ തന്നെ പിന്നെ എവിടെയാണ് ഈ ജർമ്മനിലെ പറഞ്ഞ പള്ളികൾ, ഫ്രാൻസിലെ പള്ളികൾ, നോട്ടർഡാം കത്തീഡ്രൽ എന്നൊക്കെ പറഞ്ഞ വലിയ പേര് കേട്ടതല്ലേ. അങ്ങനെ ഈ പള്ളികളിലേക്കൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ആർക്കിടെക്ചർ, അതിലെ പണികൾ ഭയങ്കര മനോഹരമായ കൊത്തുപണികൾ. ഇത് ഇത്ര വലിപ്പത്തിലും മനോഹരമായിട്ട് പണിയുവാനുണ്ടായ ചേതോവികാരം, അങ്ങനത്തെ ആ ചേതോവികാരം എന്ന് പറയുന്നത് എന്താ? കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. അതായത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഇങ്ങനെ കല്ലും മണ്ണും ഇങ്ങനെ കുമ്മായവും കൊണ്ട് സഭ പണിയാമെന്നുള്ള ചിന്തയിൽ നിങ്ങൾ പണിത് വെച്ചത് സഭയാണ്. അതിനകത്തേക്ക് മനുഷ്യജീവിതങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് കുർബാന അർപ്പിച്ച് അങ്ങനെ ആളുകളെ പറഞ്ഞു വിടുന്നു, അല്ലേ? അങ്ങനെ ദൈവത്തിൻ്റെ ആലയം എന്ന നിലയിലേക്ക്, അത് ദൈവത്തിൻ്റെ സഭയാണെന്നുള്ള ഒരു പരിഗണനയിലൊക്കെ അതൊക്കെ പണിത് വെച്ചിട്ട് നിങ്ങളെല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. മോചനമതിനായി പാപികളെ വരുവിൻ, ഞങ്ങളിവിടെ അർപ്പിക്കുന്ന കുർബാനയിൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടുമെന്നും പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് വിളിച്ചു വരുത്തിയിട്ട് ഒടുക്കം നിങ്ങൾ പറയുന്നത് എന്താ? ബലഹീനനും പാപിയായ എൻ്റെ കാര്യത്തിലും നീക്കുപോക്കായിട്ടില്ല എന്നും പറഞ്ഞ് എന്നെ ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്, അതൊക്കെ നല്ല കാര്യമാണ്. എന്നെ ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ പറഞ്ഞു വിടുന്നു. പിറ്റേ ആഴ്ച പിന്നെ നിങ്ങൾ വിളിച്ചു വരുത്തുന്നു. അപ്പോൾ അത് പോട്ടെ, കുർബാനയുടെ കാര്യമൊന്നുമല്ല പറഞ്ഞു വന്നത്. പെട്ടെന്ന് ഒരു കാര്യം അങ്ങ് സ്ട്രൈക്ക് ചെയ്തതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോയിലൂടെയൊക്കെ കണ്ട കാര്യം. അതിമനോഹരമായ
ആലയങ്ങൾ, അതിമനോഹരമായ ആലയങ്ങൾ, അതിൻ്റെ പണികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്ര അത്യന്തം ഭയങ്കരം തന്നെ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം. അങ്ങ് ഇസ്താംബൂളിലുള്ള ഹാഗിയ സോഫി എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് മോസ്ക് ആക്കിയ ഓർത്തഡോക്സ് പാരമ്പര്യമുള്ള പള്ളി, ആ പള്ളിയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ഒത്തിരി പള്ളികളുണ്ട്. ഈ പറഞ്ഞ പൗരസ്ത്യദേശത്ത് ഒത്തിരി പള്ളികളുണ്ടല്ലോ, അതിമനോഹരമായ പള്ളികൾ. അതിൻ്റെ സ്ട്രക്ചറൊക്കെ അത്ര ഭയങ്കരമാണ്. അതേസമയം ഞങ്ങൾക്കൊക്കെ വെളിപ്പെട്ട് കിട്ടിയ വെളിപ്പാടും ബോധ്യങ്ങളെന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച ഓരോ മനുഷ്യരെയുമാണ് പണിയേണ്ടത്. ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് കർത്താവ് പറഞ്ഞത് വ്യക്തികളെ പണിത് ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരിക, ക്രിസ്തുവിൻ്റെ ഡിവൈൻ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരിക. അല്ലാതെ കൊളോണിൽ വലിയ പള്ളി പണിത് വെച്ചിട്ട് ആകാശത്തിൻ്റെ തുമ്പത്ത് വരെ ബാബേൽ ഗോപുരം പോലെ പണിത് വെച്ചിട്ട് ഇത് കർത്താവിൻ്റെ സഭയാണെന്നൊക്കെ പറഞ്ഞാൽ, ദൈവാലയമാണെന്നൊക്കെ പറഞ്ഞാൽ അത് മരമണ്ടന്മാർക്കേ വിശ്വസിക്കാൻ പറ്റൂ. സുബോധം പ്രാപിച്ച ദൈവകുഞ്ഞുങ്ങൾക്ക് ഒരു കാലത്തും അതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ മന്ദിരം ഞാനും നിങ്ങളുമാണ്. ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ മനുഷ്യരാണ് ദൈവത്തിൻ്റെ ആലയം. അപ്പോൾ തന്നെ പറയട്ടെ, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ പണിയുന്നത് കർത്താവാണ്. അങ്ങനെ തിരഞ്ഞെടുത്തവരെ പണിയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിയോഗിച്ച ശുശ്രൂഷകർ അതിനുവേണ്ടിയുണ്ട്. അവരെ ടൂൾസ് എന്ന നിലയിൽ ഉപയോഗിക്കും. അങ്ങനെ അവരെ ഓരോരുത്തരെയും പണിത് റോമാലേഖനത്തിൽ പറയുന്ന പോലെ ക്രിസ്തുവിൻ്റെ സെയിം ഇമേജിലേക്ക് വരേണ്ടതുണ്ട്. സെയിം ഇമേജിലേക്ക്, അതേ പ്രതിമ ധരിക്കുക എന്ന് പറയും. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം ക്രിസ്തുവിനോട് സദൃശ്യന്മാരായി തീരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നാം ക്രിസ്തുവിൻ്റെ ക്യാരക്ടറിലേക്ക് വരും. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്ന ക്രിസ്തു എന്ന തലയോളം വളരുക, ആ ഡിവൈൻ ക്യാരക്ടറിലേക്ക് വരികയാണ്. അതുതന്നെയാണ് പത്രോസും തൻ്റെ ലേഖനത്തിലൂടെ പറയുന്നത്. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളിത്തം വഹിക്കുക, പണിയപ്പെടുകയാണ്. നമ്മിലെല്ലാം കാർണൽ നേച്ചറുണ്ട്, ആദാമ്യ പ്രകൃതിയുണ്ട്, ജഡം വസിക്കുന്ന മനുഷ്യരാണ്. വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെങ്കിലും ജഡമുണ്ട്, ഫ്ലഷ് ഉണ്ട്. അങ്ങനെ ജഡത്തിൽ സഞ്ചരിക്കുന്ന മനുഷ്യരാണ്. ആ ജഡത്തിലല്ല മൂവ് ചെയ്യേണ്ടത്, ആത്മാവിലാണ് മൂവ് ചെയ്യേണ്ടത്. ജഡത്തെ മെരിക്കണം. ജഡത്തെ എന്ത് ചെയ്യണം? മെരിക്കണം. അതിനാണ് അനുദിനം ക്രൂശ് എടുക്കണം എന്ന് പറയുന്നത്. വെളിപ്പാടുകളാണ്. അനുദിന ജീവിതത്തിൽ ക്രൂശ് എടുക്കണം. മരക്കുരിശല്ല, പൊൻകുരിശല്ല, വെള്ളിക്കുരിശല്ല, അങ്ങനത്തെ ഒന്നുമല്ല. എടുക്കേണ്ടത് എന്താ? അനുദിന ജീവിതത്തിൽ ക്രൂശ് എടുക്കണം. അനുദിന ജീവിതത്തിൽ ക്രൂശ് എടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്മീയ നിലയും വെളിപ്പാടുകളും ഒക്കെ മനസ്സിലാക്കണം. ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആത്മീയ അർത്ഥങ്ങൾ എന്താണെന്നുള്ളത് പഠിച്ചു മനസ്സിലാക്കുക. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? അവിചാരിതമായി ഒരു പോയിന്റ് ഇങ്ങനെ റൈസ് ചെയ്തു വന്നതാണ്. വലിയ അമ്പരചുംബികളായ പള്ളികൾ വെച്ചിട്ട് ആ പള്ളികൾക്ക് വേണ്ടി നിങ്ങൾ അടികൂടുന്നു. ഞങ്ങളുടെ നിരീക്ഷണങ്ങളാണ്, ഞങ്ങളോടൊന്നും തോന്നരുത്. നിങ്ങൾ പള്ളികൾക്ക് വേണ്ടി അടികൂടി മരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ സമീപവാസിയായൊരു മനുഷ്യൻ മലങ്കര വർഗീസ് കണ്ടതുണ്ടമായി നുറുക്കപ്പെട്ട് MC റോഡിൽ വീണ് കിടന്നതിൻ്റെ കാരണം എന്താ? പള്ളിക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പള്ളിക്ക് വേണ്ടിയല്ല പുള്ളി അടികൂടിയത്. പുള്ളി ആഗോള വ്യാപകമായിട്ട് മലങ്കരയിലെ പള്ളികൾ മൊത്തം പിടിച്ചെടുക്കണം, 934 ഭരണഘടനയിലേക്ക് വരണം, പള്ളികളെല്ലാം ഞങ്ങളുടേതായി മാറണം. അതായത് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞില്ലേ, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന് അവർ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ രീതിയിലേക്ക് ഈ പള്ളികളെല്ലാം നമ്മുടേതായി മാറും. നിങ്ങൾ പള്ളികളിൽ ശ്രദ്ധ ചെലുത്തുന്നവരാണ്. ഓക്കെ, നിങ്ങൾ പള്ളികൾക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടു സഹോദരങ്ങളോടുള്ള ആ ഒരു സ്നേഹമോ കരുതലോ, കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു 2000 വർഷമായി ദൈവ സ്നേഹമാകുന്നു എന്നുള്ള കാര്യം ഏറ്റവും ആദ്യം അറിഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ അതൊന്നും കാണിക്കുന്നില്ല. ദൈവ സ്നേഹമാണെന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ നിങ്ങളുടെ തന്നെ സമസൃഷ്ടങ്ങളായ യാക്കോബക്കാർ ഓർത്തഡോക്സുകാരോടോ ഒന്നും ഒരു പ്രിയം കാണിക്കുന്നില്ല. കൂട്ടയടികളാണല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് വാക്കുകൾ തന്നെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തലയിൽ തുണിയിട്ടുണ്ട് അല്ലല്ലോ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്ന നിങ്ങളുടെ ചില വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചെവിയിൽ പഞ്ഞി വെക്കേണ്ടി വരും. ആ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെയാണ് പറയുന്നത്. നിരീക്ഷണങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാവോ? നിങ്ങൾക്ക് ശരിയായ വെളിപ്പാട് ലഭിച്ചിട്ടില്ല, വീണ്ടും ജനനാനുഭവത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇരുട്ടിൽ തപ്പുന്നതും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് എങ്ങും തൊടാതെ മുന്നോട്ട് പോകുന്നത്. വലിയ പള്ളി പണിയാനല്ല അപ്പോസ്തലന്മാരെ നിയമിച്ചാക്കിയത്. നിങ്ങളെല്ലാം കൂടി അടിച്ചിറക്കിയ കള്ളക്കഥ എന്ന് പറയുന്നത് ഭയങ്കര കള്ളക്കഥ. മലയാളക്കരയിലെ ക്രൈസ്തവരോടും മുഴുവൻ ജനത്തോടും നിങ്ങൾ പറഞ്ഞൊരു ഒരു വ്യാജമായ കഥയുണ്ട്. തോമാസ് ലീഗ മലയാളക്കരയിൽ വന്നിട്ട് 7.5 പള്ളി പണിതെന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ കരക്കമ്പി അല്ലെങ്കിൽ എന്താ പറയുക,
നുണ ഫാക്ടറിയിൽ നിന്ന് നിങ്ങൾ അടിച്ചിറക്കി വിട്ട കാര്യമാണത്. അപ്പോസ്തലന്മാരൊന്നും പള്ളി പണിയാൻ വന്നവരല്ല, കെട്ടിടം പണിയാൻ വന്നവരല്ല. അവരൊന്നും ഒരു കെട്ടിടം പണിതായിട്ട് ചരിത്രത്തിലെങ്ങും ഒരു രേഖയില്ല, ഒരു സ്ഥലത്തും ഒരു രേഖയില്ല. അപ്പോസ്തലന്മാരെല്ലാം സുവിശേഷം പറഞ്ഞ് ജനത്തെ നേടുകയായിരുന്നു, ആത്മാക്കളെ നേടുകയായിരുന്നു. അങ്ങനെ നേടിയ ആൾക്കാരെ പണിയുകയായിരുന്നു, അവരെ ഓരോരുത്തരെയും. അതാണ് എഫേസ്യ സഭയോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നത്. ഞാൻ എഫെസോസിൽ വന്ന 1-ാം നാൾ മുതൽ ഈ പറയപ്പെടുന്ന സമയം വരെ പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെച്ചില്ല. വീട് തോറും പട്ടണം തോറും നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു. ഓരോരുത്തരോടും ഞാൻ നേരിട്ട് ഇടപെട്ടു. നിങ്ങളുടെ ചാബല്യങ്ങൾ, നിങ്ങളുടെ ബലഹീനതകളെല്ലാം അടുത്തറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ നിങ്ങളെ പൂർണ്ണതയിലേക്ക് നയിക്കുകയായിരുന്നു. നിങ്ങളെ ആ ആദാമ്യ പ്രകൃതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നയിക്കുകയായിരുന്നു. അതാണ് പുതിയ നിയമ ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. പള്ളി പണിയുന്നതല്ല, പള്ളിക്ക് വേണ്ടി കേസ് കൊടുക്കുന്നതല്ല, സുപ്രീം കോടതി കേസ് വാദിക്കുന്നതല്ല, കോടാനുകോടി രൂപ അതിനുവേണ്ടി കത്തിച്ച് കളയുന്നതല്ല. പരാശരനും ഗിരിക്കും നരിമാനും ഒക്കെ വേണ്ടി കാശ് കത്തിച്ച് കളയല്ലേ. അതൊന്നുമല്ല പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത്. ആ കാശുകൾ നമുക്ക് ആവശ്യമുണ്ട്. എന്തിനാ? ആ കാശുകൾ കൊണ്ടാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ടാണ് മൈക്ക് സെറ്റ് വാടകയ്ക്ക് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ശാപ്പാട് മേടിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ അവർ സുവിശേഷം പ്രസംഗിക്കും, തലങ്ങും വിലങ്ങും പ്രസംഗിക്കും. അങ്ങനെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേട്ട് ജനം വിശ്വാസ വഴിയിലേക്ക് വരും. ക്രിസ്തുവിനെ കണ്ടെത്തും ജനം. അങ്ങനെ കണ്ടെത്തുന്ന ജനത്തെ മാമോദീസ ഏൽപ്പിക്കണം. അവരെ ഈ പറഞ്ഞ രീതിയിൽ അവരെ എല്ലാം ഒരുമിച്ച് കൂട്ടി അങ്ങനെ 10, 20, 50 ആൾക്കാർ വരികയാണെങ്കിൽ അവരെല്ലാം മഞ്ഞും മഴയും കൊള്ളാതിരിക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒരു ഷെൽട്ടർ ഉണ്ടാക്കുക. ഒരു ഷെൽട്ടർ അതാത് സ്ഥലത്ത് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ്ബസ്റ്റോസ് കിട്ടുന്ന സ്ഥലത്ത് അങ്ങനെ അല്ല, കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുന്നിടത്ത് അങ്ങനെ അല്ല, മുളയും ഓലയും ഒക്കെ കിട്ടുന്നെങ്കിൽ അത് വെച്ച് അങ്ങനെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് അവരെ എല്ലാം ഒരുമിച്ചിരുത്തി ആത്മാവിൽ ആരാധിപ്പിക്കുക, സ്തുതിഗീതങ്ങൾ പാടുക, വചനം ധ്യാനിക്കുക. ഇങ്ങനെയൊക്കെയാണ് ക്രിസ്തീയ സഭ പോകേണ്ടത്. അല്ലാതെ ഈ കാശ് മുഴുവനും സുപ്രീം കോടതിയിലെ വക്കീലുമാർക്ക് കൊടുത്ത് കത്തിച്ച് കളയുന്ന രീതി എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര കോടി രൂപയാണ് കത്തിച്ചത്? എത്ര കോടി രൂപ? നിങ്ങളൊരു മിഷണറിയെ ഹിമാചലിലേക്ക് അയച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ നിരീക്ഷണമാകട്ടോ, ഭയങ്കരം. നിങ്ങൾ വറക്കണം, കേട്ടാൽ വറക്കണം. നിങ്ങളൊരു മിഷണറിയെ കാശ്മീരിലേക്ക് അയച്ചിട്ടുണ്ടോ? നിങ്ങളൊരു മിഷണറിയെ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ടോ? നിങ്ങളൊരു മിഷണറിയെ ഉത്തരാഖണ്ഡിലേക്ക് അയച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്ത് മിഷണറി എവിടെ അയച്ചു? നിങ്ങളിങ്ങനെ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്നു, അവരെല്ലാം വിളിച്ച് കുർബാന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യരെല്ലാം ഇരട്ടി നരകത്തിന് യോഗ്യരാക്കുന്നു. സങ്കടമുണ്ട്, ഞങ്ങൾക്ക് സങ്കടമുണ്ട്. വീണ്ടും ജനിക്കാത്ത ഒറ്റയൊരുത്തൻ ദൈവരാജ്യം കണി കാണില്ല. വീണ്ടും ജനിക്കാത്ത ഒറ്റയൊരുത്തൻ കാഹളം കേൾക്കില്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്നാന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും ഞങ്ങളുടെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, അല്ലേ? സമസൃഷ്ടങ്ങളല്ലേ, കൂട്ടു സഹോദരങ്ങളല്ലേ എല്ലാവരും പറഞ്ഞു വന്നാൽ. എല്ലാ മനുഷ്യരും, ഒരു മനുഷ്യരും നഷ്ടപ്പെട്ടു പോകരുതെന്ന് സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നില്ലേ? ഒരു മനുഷ്യരും നഷ്ടപ്പെട്ടു പോകരുത്. സഹോദരങ്ങളെ, ഇതിനോടനുബന്ധിച്ച് 1-2 കാര്യം കൊണ്ടും കൂടെ പറഞ്ഞ് വേഗം അവസാനിപ്പിക്കുക. അതായത് കഴിഞ്ഞ ദീർഘമായ നമ്മുടെ മറുപടികളുണ്ടല്ലോ അച്ഛൻ്റെ ചോദ്യങ്ങൾക്ക്, ആ മറുപടികളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ചില വാക്യങ്ങളൊക്കെയുണ്ട്. ആ വാക്യങ്ങൾ എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. അതായത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് കൊടുത്തിരിക്കുന്നു എന്ന വാക്യം നിങ്ങൾ ലിറ്ററലി 56 ദിവസം പ്രായമായ കൊച്ചിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്ന് വ്യാഖ്യാനിച്ച ആളുകളാണ്. നിങ്ങൾക്ക് നോബൽ പ്രൈസ് എന്തായാലും കിട്ടും വ്യാഖ്യാന ശാസ്ത്രത്തിനുള്ളത്. സമാധാനത്തിനുള്ളതല്ല, വ്യാഖ്യാന ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഓർത്തഡോക്സ് സഭയ്ക്ക് തന്നെ കിട്ടും. കാരണം മത്തായി 11:25 നിങ്ങൾ വ്യാഖ്യാനിച്ചത് 56 ദിവസം പ്രായമായ കുഞ്ഞിന് എല്ലാം വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ മത്തായി 11-ാം അധ്യായത്തിൻ്റെ ഈ പറഞ്ഞ 25-ൻ്റെ മുകളിലും താഴെയൊക്കെയുള്ള ഭാഗങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാകും അത് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിലാണ് അവിടെ പറയുന്നതെന്ന്. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് കൊടുത്തു. അതേ കാര്യം തന്നെ 1-ാമത്തെ പാത്രിയാർക്കീസ് എന്നോ പോപ്പെന്നൊക്കെ പറയുന്ന പത്രോസ്, ആ പത്രോസ് തൻ്റെ ലേഖനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ജനിച്ച ശിശുക്കൾ എന്ന പോലെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ. അതായത് 56 ദിവസം പ്രായമായ കുഞ്ഞ് വചനമെന്ന മായമില്ലാത്ത പാല് നിങ്ങൾ കുറുക്കി കൊടുക്കും, അത് കുടിക്കും. അങ്ങനെയാണോ ആ വാക്യത്തിൻ്റെ അർത്ഥം? അതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ച് പഠിക്കണം. ഒരു വാക്യം കൊണ്ട് ഉപദേശം സ്ഥാപിക്കരുതെന്ന് ഞങ്ങൾ ആടിവരയിട്ട് പിന്നെയും പറയുകയാണ്. ഒരു വാക്യമോ 2 വാക്യമായിട്ടൊന്നും വരരുത്. അത് പുതിയ നിയമത്തിൻ്റെ ആകെ തുകയും അതിൻ്റെ പഠനം എടുക്കണം. എടുത്തിട്ട് വേണം ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട്. അടുത്തൊരു വാക്യം പറയുന്നത് മത്തായി 19:13-14 വാക്യങ്ങൾ. ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടുവിൻ. ഇത് ഞങ്ങൾ ഏറ്റവും സരസമായി മറുപടി പറഞ്ഞ വാക്യമാണ്. ഞങ്ങൾ ആസ്വദിച്ച് മറുപടി പറഞ്ഞ വാക്യമാണ്. ഇതിനൊരു മറുപടി ഇപ്പോൾ പറയാൻ പോവുകയല്ല.
ഇത് കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ മറുപടി ഇപ്പോൾ ഒന്നുകൂടെ ഓർത്തെടുത്ത് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യുകയാണല്ലോ. എന്തിനാ ഇപ്പോൾ ഈ ഭാഗം പറയുന്നതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ നാളുകളിൽ നമ്മളിതിന് മറുപടി പറഞ്ഞതാണ്. അതായത് ഇത് ഇന്നിങ്ങനെ നമ്മൾ പര്യവസാനിപ്പിക്കുകയായതുകൊണ്ട് ഒന്നുകൂടെ ഓർക്കുകയാണ്. ഇന്നലെ പറഞ്ഞതുപോലും മനുഷ്യൻ ഇന്ന് മറന്നു പോകും. അപ്പോൾ 5-6 മാസം കൊണ്ട് പറഞ്ഞത് ആളുകൾ ഓർത്തിരിക്കുമോ? നമ്മുടെ വാത്സല്യ സഹോദരങ്ങളെല്ലാം കേൾക്കെ, നമ്മുടെ ബഹുമാനായ അച്ഛനോടുള്ള നമ്മളുടെ ഈ കാര്യങ്ങളുടെ നിരീക്ഷണങ്ങൾ, അച്ഛൻ നമ്മളോട് ഇത് പഠിക്കാൻ പറഞ്ഞല്ലോ, പഠിച്ച കാര്യമായി പറയുന്നത്. ഓർത്തഡോക്സി പഠിച്ച കൂട്ടത്തിൽ ഓർത്തഡോക്സിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങളെന്താ വിശ്വസിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നത് ശിശുക്കളെ എൻ്റെ അടുക്കൽ വിടുവീൻ. അതായത് 56 ദിവസം പ്രായമായ കുഞ്ഞുങ്ങളിങ്ങനെ ഇഴഞ്ഞ് യേശുവിൻ്റെ അടുക്ക വന്നപ്പോൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ ആരാണ്ട് തടയുകയാണ്, ഈ ഇഴഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെ. അപ്പോൾ പറയുകയാണ്, കുഞ്ഞുങ്ങളെ തടയല്ലേ, കുഞ്ഞുങ്ങളിങ്ങനെ നീന്തി വരട്ടെ. കുഞ്ഞുങ്ങളിങ്ങനെ നീന്തിയല്ലേ പോകുന്നത്? 56 ദിവസമല്ലേ ഉള്ളൂ. 56 ദിവസത്തിൽ നീന്തുള്ളൂ. നമ്മൾ പറയില്ലേ കമിഴ്ന്ന് വരിക എന്നൊക്കെ. കമിഴാൻ പോലും പ്രാപ്തിയായിട്ടുണ്ടാവില്ല. അതിനൊക്കെ കുറച്ചുകൂടെ പോകേണ്ടി വരും, ഒരു 5-6 മാസം കൂടെ വേണ്ടി വരുമായിരിക്കും. അപ്പോൾ അങ്ങനെ നീന്തി വരുന്ന കുഞ്ഞുങ്ങളെ തടഞ്ഞു. നിങ്ങൾ 2000 കൊല്ലമായിട്ട് വിശ്വസിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ക്ഷണ നേരം കൊണ്ടാണ് അത് ബോംബിട്ട് ബ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ബ്ലാസ്റ്റ് ചെയ്ത് കളഞ്ഞത്. മണ്ടത്തരം, ലോക മണ്ടത്തരം. അഹങ്കാരം കൊണ്ടല്ല കേട്ടോ, പരിഹസിക്കുന്നതല്ല. അങ്ങനെയൊന്നും ആരും ധരിക്കരുത്. സത്യം പറഞ്ഞ് നിങ്ങൾ സത്യത്തിൻ്റെ പാതയിലേക്ക് വരാൻ വേണ്ടിയാണ് ഞങ്ങൾ സത്യം വീണ്ടും നിങ്ങളുടെ മുമ്പിലൊക്കെ അവതരിപ്പിക്കുന്നത്. അത് എത്ര കൃത്യമായിട്ടാണ് അന്ന് നമ്മളത് കണ്ടെത്തിയത്, അതിൻ്റെ നിരീക്ഷണം. അതായത് കുഞ്ഞുങ്ങളുമായിട്ട് വന്ന യഹൂദന്മാർ യേശുവിൻ്റെ അടുക്ക് പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പോൾ അപ്പസ്വലന്മാർ പറഞ്ഞു, ഇവിടെ സീരിയസ് ആയ കാര്യങ്ങൾ നടക്കുക, കുഞ്ഞുങ്ങളൊക്കെ ഓടിച്ചാടി ഇങ്ങോട്ട് വരണ്ട, മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോഴാണ് യേശു പറഞ്ഞത്, കുഞ്ഞുങ്ങളെ തടയല്ലേ, അവരെ എൻ്റെ അടുക്കിലേക്ക് വിടാൻ. തൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന കുഞ്ഞുങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവരെ വെച്ചൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുകയാണ് കർത്താവ്. അതായത് ഒരു കുഞ്ഞിനെ മുൻപിലേക്ക് നിർത്തിയിട്ട് പറയാണ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ ദൈവരാജ്യത്തേക്ക് കടക്കാൻ കഴിയില്ലെന്ന്. അപ്പോൾ ആ കുഞ്ഞിനെ മുൻനിർത്തിക്കൊണ്ടൊരു കാര്യം പറയണം. അതിനാണ് അവരെ കടത്തിവിടാൻ പറഞ്ഞത്. അല്ലാതെ യേശു ഒരിക്കലും ശിഷ്യന്മാരോട് പറഞ്ഞില്ല, ഓക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് വേഗം നിങ്ങൾ മാമോദീസ കൊടുത്തേ, എല്ലാവർക്കും വേഗം മാമോദീസ കൊടുക്കാനൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊന്നും അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ വചനത്തെ വളച്ചൊടിച്ച് ഓടിച്ച് പീരിച്ച് തകർത്ത് തരിപ്പണമാക്കി കളയാണ്. സങ്കടമുണ്ട്, ഭയങ്കര സങ്കടമുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. ദൈവവചനത്തിന് മുമ്പാകെ ഭയത്തോടും വിറയലോടും കടന്നു വരുമെങ്കിൽ പരിശുദ്ധ റൂഹ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ സത്യത്തിൻ്റെ പാതയിലേക്ക് വരും. അനധിവിദൂര ഭാവിയിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിലെ കാഹളം ധ്വനിക്കും. ഉറപ്പിച്ച് ഞാൻ പറയാണ്, ധ്വനിക്കും. പക്ഷെ കേൾക്കുമോ എന്നുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. അത് കേൾക്കണമെങ്കിൽ ഈ വചന സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് മടങ്ങി വന്നാൽ മാത്രമേ അത് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഓർത്തഡോക്സുകാരനൊന്നുമില്ല, അത് പെന്തിക്കോസുകാരനാകട്ടെ, ഏത് കോസുകാരനും ആകട്ടെ, എല്ലാവരും ശരിയാവണ്ണം വീണ്ടും ജനിച്ച് വചനപ്രകാരം ജീവിച്ച് ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ മാത്രമേ ആ ശബ്ദം കേൾക്കുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും പള്ളിയുടെ രജിസ്റ്ററിലോ ഏതെങ്കിലും പെന്തക്കോസുകാരൻ്റെ രജിസ്റ്ററിലൊക്കെ പേരുണ്ടെന്നൊന്നും കരുതി കാഹളം കേൾക്കില്ല. ബാക്കിയെല്ലാം നമ്മൾ കേൾക്കും. അച്ഛൻ്റെ പ്രസംഗവും കേൾക്കും, പാസ്റ്ററുടെ പ്രസംഗവും കേൾക്കും, കപ്പ്യാരുടെ പ്രസംഗമൊക്കെ കേൾക്കും. പക്ഷേ കാഹളം കേൾക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചാൽ മാത്രം പോരാ, മുൻപോട്ടുള്ള ജീവിതത്തിൽ വിശുദ്ധ ജീവിതം നയിക്കണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം, വചനത്തിൽ നിലനിൽക്കണം. എങ്കിൽ മാത്രമേ കാഹളം കേൾക്കുകയുള്ളൂ. ഒരു വാക്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. മത്തായി 18:6. അതാണ് നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞ വാക്യങ്ങൾ. 2000 കൊല്ലമായിട്ട് ആ വാക്യം നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഭയങ്കര തന്നെ. അതായത് എന്നിൽ വിശ്വസിക്കുന്ന ചെറിയവരിൽ ഒരുത്തിന് ഇടർച്ചയുണ്ടാക്കരുതെന്ന്. അതായത് 56 ദിവസം പ്രായമായ ഒരു കൊച്ച് കർത്താവിൽ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന കൊച്ചിന് ഒരു ഇടർച്ച ആരും ഉണ്ടാക്കരുതെന്ന് അച്ഛൻ പച്ചയ്ക്ക് പ്രസംഗിച്ച പ്രസംഗം യൂട്യൂബിൽ കിടക്കുകയാണ്. അത് ഞങ്ങളെ ചെക്ക് പറയാൻ വേണ്ടി പറഞ്ഞതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ആ പത്മവ്യൂഹത്തിൽ നിന്നൊക്കെ ഞങ്ങൾ പുറത്തു വന്നു. അതിൻ്റെ മറുപടി കൃത്യമായിട്ട് അന്ന് തന്നിട്ടുണ്ട്. അത് യൂട്യൂബിലുണ്ട്. അതായത് ഈ പറയുന്ന മത്തായി 18:6 ഈ ചെറിയവരെന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ള വാക്യങ്ങളിൽ ശിശുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ശിശുക്കളെ അച്ഛൻ ചെറിയവരാക്കി മാറ്റി. തരക്കേടില്ലാത്ത കാര്യമാണ്. മുകളിൽ പറഞ്ഞ ശിശുക്കളെ അച്ഛൻ എന്ത് ചെയ്തു? ചെറിയവരാക്കി മാറ്റി. അങ്ങനെ വചനത്തെ അച്ഛന് ബോധിച്ചതുപോലെ അച്ഛൻ വളച്ചൊടിച്ചു. ഒരുപക്ഷെ അച്ഛൻ വളച്ചതായിരിക്കില്ല. ഈ 2000 കൊല്ലത്തെ ഓർത്തഡോക്സിയിലെ പഠനങ്ങളും ടീച്ചിങ്ങുകളും സഭാപിതാക്കന്മാരോ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ സഭാപിതാക്കന്മാരെ കുറേ പേരൊക്കെ നിങ്ങൾ പറയുമല്ലോ. അപ്പോൾ ആ സഭാപിതാക്കന്മാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ പഠിപ്പിച്ചതായിരിക്കും. ആ പഠിപ്പിച്ച പഠനങ്ങളാണ് നിസ്സാര സമയം കൊണ്ട് ചുമ്മാ പെന്തിക്കോസുകാർ, 100 കൊല്ലത്തിൻ്റെ പ്രായം മാത്രം പറയുന്ന പെന്തിക്കോസുകാർ, വളരെ അപമാനത്തോടും നിന്നയോടും നിങ്ങൾ കാണുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിലെ ഒരു ശുശ്രൂഷകനാണ് ക്ഷേണ നേരം കൊണ്ട് അതൊക്കെ പൊളിച്ചു കളഞ്ഞത്.
വലിയ ഡാമൊക്കെ ക്ഷണനേരം കൊണ്ട് പൊളിച്ചു കളയില്ലേ എന്ന് പറഞ്ഞതുപോലെ പൊളിഞ്ഞ് പാളിച്ചായിപ്പോയി ആ കാര്യം. അപ്പം ഞാൻ കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഇനിയും ചില കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്, അത് എല്ലാം പറയാനുള്ള സാവകാശം നമ്മുടെ മുമ്പിലില്ല. പിന്നീട് നിങ്ങൾ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ടല്ലോ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന്, കുടുംബങ്ങളെ സ്നാനപ്പെടുത്തുന്ന കാര്യം. കുടുംബങ്ങളെ സ്നാനപ്പെടുത്തുമ്പോൾ കുഞ്ഞുങ്ങളെ ആ കൂടെ സ്നാനപ്പെടുത്തുന്നുണ്ട്, അഥവാ മാമോദീസ കൊടുക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. സത്യാന്വേഷികളായ ആളുകൾക്ക് വിശുദ്ധ തിരുവെഴുത്തും തുറന്നു വെച്ച് ദൈവസന്നിധിയിൽ, ദൈവമേ, അച്ഛനും പറയുന്നു, പാസ്റ്ററും പറയുന്നു, ഈ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധമായ ഉത്തരം ഏതാണെന്ന് ഒരു സത്യാന്വേഷി ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ നിശ്ചയമായ ഉത്തരം ലഭിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. കാരണം അത്ര ശാന്തമായാണ് നമ്മൾ ഈ കാര്യങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ചില സമയത്ത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ വിഷയങ്ങളുടെ ഒരു ഡെപ്ത് അനുസരിച്ച് നമ്മൾ പറയുന്ന ഒരു പരിഹാസം പോലെയൊക്കെ തോന്നാം. അത് ആ ഒരു മനസ്സോടുകൂടിയൊന്നും അല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സകല മനുഷ്യരും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് വഴിയുള്ള ആ രക്ഷയിലേക്ക് കടന്നു വരണം. അങ്ങനെ രക്ഷയിലേക്ക് കടന്നു വരുന്നവർ യോഗ്യരായിത്തീരണം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാൻ വേണ്ടി കർത്താവ് തൻ്റെ അഭിഷിക്തന്മാരെ ആക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ശുശ്രൂഷകളെല്ലാം അനുഭവിച്ചുകൊണ്ട് പുതിയ നിയമ ശുശ്രൂഷ അനുഭവിക്കണം. അത് അനുഭവിച്ച് ആത്മാവിൽ നിറഞ്ഞ് കാഹളത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങളെയെല്ലാം എല്ലാവരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകളെ ചുരുക്കുകയാണ്. കഴിഞ്ഞു പോയ 5-6 മാസക്കാലം നമ്മുടെ ബഹുമാനായ അച്ഛനുമായുള്ള ബന്ധത്തിൽ ചില പഠനങ്ങളിലായിരുന്നു നമ്മൾ. ചോദ്യങ്ങൾ വന്നു, അതിന് മറുപടികൾ പറഞ്ഞു, എല്ലാം സൗഹാർദ്ദത്തിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. കാരണം എൻ്റെ ഉള്ളിൽ വളരെ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെയാണ് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കളിയാടിയിരുന്നത്. എന്നാൽ വിഷയത്തോടുള്ള ബന്ധത്തിലൊക്കെ ചിലപ്പോൾ ഷാർപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഒരിക്കലും ഹരാസ് ചെയ്യാനോ മുറിപ്പെടുത്താനോ ഒന്നുമുള്ള ഒരു ശ്രമം ഒരിക്കലും നടത്തിയിട്ടില്ല. അപ്പോൾ ഈ പഠനങ്ങൾ ഇവിടെ നമ്മൾ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. പഠനങ്ങളും മറുപടികളും നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും എല്ലാം ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ അങ്ങനെ സമ്പൂർണ്ണമായി അവസാനിപ്പിക്കുകയൊന്നുമല്ല. വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ പിന്നെയും ഇങ്ങനെ മറുപടികൾ പറയും. അത് മനുഷ്യ സമൂഹത്തിന് പ്രയോജനപ്പെടാനും വേണ്ടി, അവർക്ക് അതൊരു അനുഗ്രഹമായി തീരുവാനും വേണ്ടിയൊക്കെയാണ്. ചില കോണുകളിൽ നിന്ന് ചില അന്വേഷണങ്ങൾ, അഭ്യർത്ഥനകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് മരണവും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് ക്രിസ്തീയ വീക്ഷണങ്ങളും വിശ്വാസങ്ങളെയും കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ മറുപടി എന്നോണം പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയുണ്ടെങ്കിൽ, നടത്തിപ്പുണ്ടെങ്കിൽ, കാര്യങ്ങൾ ആ രീതിയിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം വലിയ തെറ്റിദ്ധാരണകൾ ആ മേഖലകളിലൊക്കെ ഉണ്ട്. അത് നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സാവകാശം സംസാരിക്കാവുന്നതാണ്, ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറയപ്പെട്ട ആഴ്ചകൾ, മാസങ്ങളിലെല്ലാം സഹകരിച്ച കൂട്ടു സഹോദരങ്ങളോടുള്ള എൻ്റെ സ്നേഹത്തെ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനത്തിൻ്റെ നിറവിലും ആത്മാവിൻ്റെ നടത്തിപ്പിലും കാഹളത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കാതോർത്ത് മുന്നേറാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.